എൻ്റെ പേര് അൽഫോൻസ. ഓക്കെ. ഭർത്താവിൻ്റെ പേര് വർഗീസ്. ഒരു മോളുണ്ട് ഞങ്ങൾക്ക്. ഓക്കെ. സ്ഥലം നാട്ടിൽ? സ്ഥലം കൊരട്ടി ഇവിടെ. ഓക്കെ. ഒരാളാണോ ഉള്ളത്? ഒരു കുട്ടിയാണോ? ഒരു മോളുള്ളൂ. ഓക്കെ ഓക്കെ. എല്ലാവരും ഒരുമിച്ചാണോ? അല്ല, അവള് പുറത്ത് പഠിക്കാൻ പോയി. അത് ശരി. +2 കഴിഞ്ഞപ്പോൾ കാനഡയ്ക്ക് പോയി. ഓക്കെ. പിന്നെ എന്താ വീട്ടമ്മയാണോ? ജോലി ഹൗസ് വൈഫാ. മുമ്പേ തന്നെ? അല്ലെങ്കിൽ ഇപ്പോഴാണ് മുമ്പേ തന്നെ? മുമ്പേ തന്നെ, ജോലിക്കൊന്നും പോയിട്ടില്ല. ഓക്കെ. പിന്നെ അപ്പൊ നമ്മുടെ ഈ ധ്യാന പരിശീലനത്തെ പറ്റി അറിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ അടുത്താണത്. ഞാൻ തുടക്കത്തിൽ പോയില്ലെങ്കിലും അവിടുന്ന് ഒരു 2-3 മാസം കഴിഞ്ഞ് ഗ്രീൻ പാർക്കിൽ പോയി തുടങ്ങി. അവിടെ നിന്ന് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് ഇത് തുടങ്ങിയത്. തുടങ്ങിയ അവസരത്തിൽ തന്നെ പോയി. ഇഷ്ടായി. എന്താ ഇഷ്ടായത്? അത് മനസ്സിന് നല്ല സന്തോഷവും, പിന്നെ അങ്ങനെ ധ്യാനമാണല്ലോ നമുക്ക് എപ്പോഴും ഈശ്വരവിശ്വാസവും ഇതൊക്കെയാണല്ലോ, അതാണ് നമ്മുടെ മനസ്സിലോടി വന്നത്. അതുകൊണ്ട് മനസ്സിന് സന്തോഷം. പിന്നെ ഷുഗറൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു മനസ്സ് സന്തോഷം വരുമ്പോ കുറയൂല്ലോ നമുക്ക്, അതൊക്കെ കുറവായി. ശരി. പിന്നെ ധ്യാനിക്കാനൊക്കെ ഇപ്പൊ എത്ര നാളായി തുടങ്ങിയിട്ടപ്പോ? ഇപ്പൊ ഒരു 6 മാസമായി തുടങ്ങിയിട്ട്. പക്ഷെ എന്നും തിങ്കളും വെള്ളിയാണ് മെഡിറ്റേഷൻ. പിന്നെ ബുധനാഴ്ച യോഗ മാത്രം. പിന്നെ ഞങ്ങള് 7 മണി തൊട്ട് 8 മണി വരെ ഞങ്ങളുടെ എക്സസൈസ്. അത് കഴിഞ്ഞിട്ടാണ് മെഡിറ്റേഷൻ 8 തൊട്ട് 9. വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? വീട്ടിലിരുന്ന് ചെയ്യില്ല, ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥനയൊക്കെ ചെയ്യും. 1/2 മണിക്കൂർ ഞങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. അപ്പൊ കാൻഹേലിക്ക് വന്നത് എങ്ങനെയാ തോന്നി? അത് ഭയങ്കര ഇഷ്ടമായി. ഇവിടുത്തെ അന്തരീക്ഷവും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഇതാ. എന്താണ് ഭയങ്കര ഇഷ്ടം? എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നമ്മുടെ മെഡിറ്റേഷൻ, പിന്നെ അവിടെയൊക്കെ നടന്ന് അങ്ങനെ കണ്ടുല്ലോ കുറെ ഫ്ലവേഴ്സ്, നല്ലൊരു അന്തരീക്ഷം. ഓക്കെ. അപ്പം ഈ ധ്യാനത്തിലൂടെ ഇനി പുതിയതായി ആരെങ്കിലും ധ്യാനിക്കാൻ താല്പര്യമുള്ളവരോട് എന്തെങ്കിലും പറയാൻ? അവരോട് പറയും വരാൻ നല്ലതാണ്, അവരെ കൊണ്ടുവരണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല പരിപാടി. മറ്റു കുടുംബാംഗങ്ങൾക്കൊക്കെ അവരോടൊക്കെ പറയാൻ താല്പര്യമുണ്ടോ? അവരോട് പറയും. ഇപ്പൊ എൻ്റെ നാത്തൂനും ആങ്ങളമാരും, അവർക്ക് പെണ്ണുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വരാനായിട്ട്. വരേണ്ടതാണ്. ഇതൊക്കെ നല്ല ഇതുള്ള ആൾക്കാരും ധ്യാനിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളവർ. ധ്യാനം കൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് പ്രധാനമായി കിട്ടുക? ധ്യാനം നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ ഇതിൽ പെടുകയാണെങ്കിൽ പറയും പരിശുദ്ധാത്മാവ് എന്ന് പറയും, ഒരു പുതിയ പ്രകാശം കൊണ്ട് നമ്മൾ നിറയുക. അത് അനുഭവിച്ചറിയാൻ പറ്റുന്നു.